അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചേഞ്ചസ് ഞാൻ ലൈവായിട്ട് തന്നെ കാണിക്കാം. നമ്മൾ ഇടച്ച് നിങ്ങളെ കാണിക്കാം. മുഖത്തിന്റെ സൗന്ദര്യത്തെ പോലെ വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടതാണ് നമ്മുടെ കൈകളുടെയും കാലുകളുടെയും സൗന്ദര്യത്തിന് വേണ്ടി. കൈകളുടെയും കാലുകളുടെയും സൗന്ദര്യം കൂട്ടാനും തിളക്കം കൂട്ടാനും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്താൽ മതി. ഇനി പണം മുടക്കി സലൂണിൽ കയറി ഇറങ്ങി പെഡിക്യൂറും മാനിക്യൂറും ഒന്നും നിങ്ങൾക്ക് ചെയ്യേണ്ട. ഇത് നിങ്ങളുടെ കൈയിൽ തേച്ച് കഴിഞ്ഞാൽ കൈകളുടെയും കാലിന്റെയും ചുളിവുകൾ മാറ്റാനും കൈകളുടെയും കാലിനും തിളക്കം നൽകാനും സാധിക്കുന്നതാണ്. എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. അതിന്റെ മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതാണ്. അതിന്റെ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങളിലേക്ക് വരുന്നതാണ്. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൈകളുടെയും കാലുകളുടെയും സൗന്ദര്യം കൂട്ടുന്നതിന് വേണ്ടി ഒരു അടിപൊളി ഒരു പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എത്ര കൈകൾക്കും കാലുകൾക്കും നിറമില്ലാത്തവരും ഈ പാക്ക് ഒന്ന് നിങ്ങളുടെ കയ്യിലും കാലിലും ഒന്നിട്ട് നോക്ക്, മാറ്റം കാണാൻ സാധിക്കുന്നതാണ്. വെറുതെ പറയുന്നതല്ല, ഞാൻ ഇവിടെ തെളിവ് സഹിതം കാണിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും നിങ്ങളുടെ കയ്യിലും കാലിലും ഇടണോ എന്നുള്ളത്. അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നിങ്ങളുടെ കൈകളുടെയും കാലിൻ്റെയും ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. കൈയുടെയും കാലിനെയും ചുളിവുകൾ മാറ്റി കൈയും കാലും നല്ല പോലെ തിളക്കം നൽകാൻ ഈ പറഞ്ഞ പാക്കിൽ നിന്ന് സാധിക്കും. എന്തായാലും ചെയ്തിട്ടുള്ള റിസൾട്ട് വന്ന് പറയണേ കേട്ടോ. എന്തായാലും നമുക്ക് ആ ഒരു പാക്ക് തയ്യാറാക്കുന്നതും അത് ഉപയോഗിച്ചുള്ള ചേഞ്ചസും കണ്ടു നോക്കാം. ചർമ്മത്തിന്റെ തിളക്കത്തിനെ പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് നമ്മുടെ കൈകളുടെയും കാലുകളുടെയും ചർമ്മത്തിന്റെ തിളക്കത്തിന് വേണ്ടി. നമ്മുടെ കൈകളുടെയും കാലുകളുടെയും ചർമ്മത്തിന് കരിവാളിച്ചും പിഗ്മെന്റേഷനും ഒക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ ചർമ്മം കാണുമ്പോൾ നമുക്ക് വളരെയധികം സങ്കടം വരും. ഇനി നിങ്ങൾ അതോർത്ത് സങ്കടപ്പെടേണ്ട. കൈകളുടെയും കാലുകളുടെയും ചർമ്മത്തിന്റെ തിളക്കത്തിന് വേണ്ടി പെഡിക്യൂറും മാനിക്യൂറും ഒന്നും ഇനി ചെയ്യേണ്ട. ഈ പാക്ക് നിങ്ങളുടെ കയ്യിലും കാലയിലും ഇട്ടാൽ മതി. നിങ്ങളുടെ കൈയും കാലും നല്ല പോലെ തിളക്കം വെക്കാൻ സാധിക്കുന്നതാണ്. അതിനെന്താണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. നമുക്ക് വേണ്ടത് ഒരു പകുതി മുറി തക്കാളിക്കയുടെ അതിൻ്റെ ആ ഒരു കുരുവെല്ലാം കൂടി ചേർന്നിട്ടുള്ള ജ്യൂസാണ് നമുക്ക് വേണ്ടത്. അത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർത്ത് കൊടുക്കാം. അങ്ങനെ 1 ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർത്തതിന് ശേഷം ഇത് നല്ല പോലെ മിക്സ് ആക്കുക. വളരെ സിമ്പിളായിട്ടുള്ള പാക്കാണ്, പക്ഷേ എന്നാൽ നല്ല അടിപൊളി റിസൾട്ടാണ്. അങ്ങനെ നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ കോഫി പൗഡറാണ്. ഇൻസ്റ്റന്റ് കോഫി പൗഡർ നമുക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്കിന്നിനുണ്ടാവുന്ന പിഗ്മെന്റേഷനൊക്കെ മാറ്റി അതായത് നമ്മുടെ കൈകളുടെ പിഗ്മെന്റേഷനും കൈകളുടെ ചുളിവുകളൊക്കെ മാറ്റാൻ എളുപ്പം സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു പാക്കിൽ നിന്ന്. അങ്ങനെ കോഫി പൗഡർ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ല പോലെ മിക്സ് ആക്കുക. ഓക്കെ, എന്തായാലും ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കട്ടെ. അങ്ങനെ നല്ല പോലെ ഞാൻ മിക്സ് ആക്കുകയാണ്. ഓക്കെ, നമ്മുടെ എല്ലാ സംഭവം നല്ല പോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം, അതല്ലെങ്കിൽ 2 വീക്ക് ഇരിക്കുമ്പോൾ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം 1 മന്ത് ഇരിക്കുമ്പോൾ വേണമെങ്കിലും ചെയ്യാൻ കഴിയുന്നതാണ് ഈ ഒരു പാക്ക്. എന്തായാലും നിങ്ങൾ ഉപയോഗിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ കൈകളുടെ ആ ഒരു തിളക്കം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഞാൻ എൻ്റെ കൈകളിൽ ഇട്ടിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. എന്തായാലും ഞാൻ എൻ്റെ കൈകളിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അടിപൊളിയാണ് ഈ പാക്ക്. എന്തായാലും ഇട്ടിട്ടുള്ള ചേഞ്ചസ് ഞാൻ കാണിക്കാം. അങ്ങനെ എൻ്റെ കൈകളിൽ നല്ല പോലെ പിഗ്മെന്റേഷൻ ഉണ്ട്. ആ കൈകളിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കൈകളിലുണ്ടാവുന്ന പല ആൾക്കാർക്കും 20 വയസ്സാകുമ്പോൾ തന്നെ കൈകൾ നല്ല പോലെ ചുളിവ് വീഴാറുണ്ട്. അതൊക്കെ മാറ്റാൻ നിങ്ങൾക്ക് ഈ പാക്കിൽ നിന്ന് സാധിക്കും. ഇപ്പോൾ കാലിൻ്റെ ആണെങ്കിലും സൗന്ദര്യം കൂട്ടാനും നിറം കൂട്ടാനും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കുന്നതാണ്. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചേഞ്ചസ് ഞാൻ ലൈവായിട്ട് തന്നെ കാണിക്കാം. നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുക്കണം. ഓക്കെ, അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 മിനിറ്റ് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ചെയ്യേണ്ട രീതിയൊക്കെ ഞാൻ പറയാം ബാക്കി. ഓക്കെ, അങ്ങനെ നമ്മളിപ്പം 1 മിനിറ്റ് വെച്ച് അതിനുശേഷം നമ്മൾ തക്കാളിക്കട ആ എടുത്ത കൊന്നിൻ്റെ ബാക്കി ഉണ്ടല്ലോ അത് വെച്ച് മുകളിലൂടെ സ്ക്രബ് ചെയ്ത് വേണം. മുകളിലൂടെ ഇതുപോലെ സ്ക്രബ് ചെയ്യണം. അപ്പം നമ്മുടെ കൈകളുടെ ആ ഒരു പിഗ്മെന്റേഷനൊക്കെ പോകാൻ എളുപ്പം സഹായിക്കും. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങളുടെ കൈയുടെ സൗന്ദര്യത്തിന് വേണ്ടി പെഡിക്യൂറും മാനിക്യൂറും ചെയ്യുന്നതിന് വേണ്ടി പണം കളയണ്ട. അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമുക്ക് 1 മിനിറ്റ് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തുടച്ച് നിങ്ങളെ കാണിക്കാം.
നിങ്ങൾ കാണുന്ന സമയത്ത് എന്തുമാത്രം കരിവാളിപ്പ് എൻ്റെ കയ്യിലുള്ളതെന്ന് നിങ്ങൾ കണ്ടതല്ലയോ? നല്ല പോലെ മാറിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല അടിപൊളി ഒരു മാറ്റം നൽകും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന്. ഇനി പെഡിക്യൂറും മാനിക്യൂറും ചെയ്യുന്നതിന് വേണ്ടി സലൂണിൽ കയറി ഇറങ്ങണ്ട കേട്ടോ. എന്തായാലും ഞാൻ ഇത് കഴുകിക്കൊണ്ടുകൂടെ വന്നിട്ട് കാണിക്കാം. ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾ കണ്ടോ? അടിപൊളിയാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണേ. കിടിലൊരു സംഭവമാണ്. കണ്ടല്ലോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഉള്ളത്. ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണേ. കിടിലൊരു സംഭവമാണ്. ചെയ്തിട്ടുള്ള റിസൾട്ട് വന്ന് എന്നോട് പറയാൻ കൂടി നിങ്ങൾ മറക്കരുതേ കേട്ടോ. നിങ്ങളുടെ കൈയും കാലും നല്ല പോലെ തിളക്കം വെക്കാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് സാധിക്കും. ചെയ്തിട്ടുള്ള റിസൾട്ട് വന്ന് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ. അതിന് മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.